ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡൊക്കെ ഡിലേ ആയതുകൊണ്ടാണ് കേട്ടോ റിവ്യൂ ഡിലേ ആയത്. പിന്നെ എനിക്കൊന്നും സുഖമില്ല, ഭയങ്കര തലവേദനയൊക്കെയാണ്. ഒട്ടും സുഖമില്ലാത്തതുകൊണ്ട് സൗണ്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാണാനും ഇന്ന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിൽ ഫസ്റ്റ് കാണിക്കുന്നത് മുത്ത് നല്ല ഉറക്കമാണ്. തൊട്ടടുത്ത് തന്നെ കാവ്യ ഇരിക്കുകയാണ്. കാവ്യ ഇരുന്നിട്ട് ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലാപ്ടോപ്പിൽ ഒരു പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ കാവ്യയോട് ചോദിക്കുന്നുണ്ട്, എന്താ കാവ്യ ഇത്ര നേരമായിട്ടും താൻ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, അത് എനിക്ക് ഉറങ്ങാൻ എങ്ങനെ പറ്റും, കൃഷ്ണ ഇതുവരെ വന്നില്ലല്ലോ. ഓ, ഒരു ഉത്തമ ഭാര്യ അല്ലേ എന്ന് പറയുമ്പോൾ, ഉത്തമ ഭാര്യ മനഃപൂർവ്വം അങ്ങനെ ആയതല്ല കൃഷ്ണ. ഭർത്താവ് വരുന്നതിന് മുമ്പേ മലക്കം മറന്ന് കൂർക്കവും വലിച്ചുറങ്ങണ ഭാര്യമാരുണ്ടാവും. ഞാൻ അങ്ങനെയല്ല, എൻ്റെ ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ, ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് കാവ്യ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടോ, താനൊന്നും പറയാണ്ട് തന്നെ തൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ വെറുതെ തന്നോട് തമാശയൊക്കെ ചോദിച്ചിരുതാ മറുപടി പറയണ കേൾക്കാനായിട്ട് എന്ന് പറയുമ്പോൾ കാവ്യ ചിരിക്കുക കേട്ടോ. അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ കാവ്യ ഇവിടെ വന്നത് തൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്ന് പറയുമ്പോൾ, എന്താ കൃഷ്ണ എന്താ കാര്യം എന്ന് കാവ്യ ചോദിക്കുമ്പോൾ, അതെ, നമ്മുടെ അമ്മക്ക് ഒട്ടും സുഖമില്ലെന്ന് തോന്നുന്നു എന്ന് കൃഷ്ണ പറയുവാണ്. ഏയ്, അമ്മക്കൊരു കുഴപ്പമില്ല കൃഷ്ണൻ, അത് കൃഷ്ണക്ക് വെറുതെ തോന്നുക, അമ്മ ഓരോരോ ഉടായ്പൊക്കെ കാണിച്ച് നടക്കണതല്ലേ സുഖമില്ലാത്ത പോലെ എന്ന് കാവ്യ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇല്ല കാവ്യ അങ്ങനെയല്ല, അമ്മക്കിതൊട്ടും വയ്യ, ഉറപ്പാണ്, അമ്മ കുറച്ച് ക്ഷീണിച്ചിട്ടുമുണ്ട്, താൻ മുഖമൊക്കെ ശ്രദ്ധിച്ചില്ലേ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് കാവ്യ പറയുമ്പോൾ, ഇല്ലടോ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കാര്യം അമ്മക്ക് എന്നോട് ദേഷ്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു ദേഷ്യമില്ല. അമ്മയുടെ എന്തോ ഒരു പെരുമാറ്റത്തിലും അതുപോലെ സ്വഭാവത്തിലും അതുപോലെ തന്നെ എന്തോ ഒരു സുഖക്കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുവാണ്. ശരി, കൃഷ്ണക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ശരി, എന്നാൽ അമ്മേനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറയുവാണ്. അതിനുശേഷം കൃഷ്ണ പറയണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ തൻ്റെ അമ്മയുണ്ടല്ലോ എന്നോട് ഭയങ്കര ദേഷ്യമൊക്കെയാണ്, ഒന്നുമില്ലാത്ത തൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ലേ, അതിൻ്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തറവാട്ടുകാർ, രാജകുടുംബക്കാർ, ഞാൻ വേറെ ഏതോ ഒരു പൊട്ടക്കാട്ടി ജനിച്ച് വളർന്ന ഒരാൾ, അതുകൊണ്ടിട്ടായിരിക്കും അമ്മയ്ക്ക് ഇത്ര ഇഷ്ടക്കുറവ് എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, അതൊക്കെ ഒരു കാരണമാണ് കൃഷ്ണ, തറവാട്ടിൽ ജനിച്ചാലും കുടിലിൽ ജനിച്ചാലും സ്വഭാവം നന്നായാൽ പോരെ. എൻ്റെ അച്ഛനെ കൃഷ്ണയുടെ സ്വഭാവം വളരെയധികം ഇഷ്ടമാണ്. മാത്രമല്ല കൃഷ്ണയുടെ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ കൈകൾ കൃഷ്ണയുടെ കൈകളോട് ചേർത്ത് വെച്ചത് എന്ന് പറയുവാട്ടോ. ആ സമയത്ത് കൃഷ്ണ ചിരിക്കുവാണ്. അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട്, പിന്നെ വേറൊരു കാര്യം കൂടി തന്നോട് പറയാനുണ്ട്. എന്താ കൃഷ്ണ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ, അതേ, അങ്ങനെ രാധിക മരിച്ചിട്ട് നാളെ ഈ ഒരു മാസം കഴിഞ്ഞു, തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു മാസം കഴിഞ്ഞ കാര്യം അറിയാൻ കൃഷ്ണ എന്ന് പറയാണ്. അതെ, ഇനി 41 പെട്ടെന്ന് വരും. രാധികയുടെ ചിതാഭസ്മം എവിടെയെങ്കിലും പുണ്യസ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കണ്ടേ, എങ്കിലല്ലേ നമുക്ക് ആ കുട്ടിയെടുത്തും രാധികയെടുത്തും ചെയ്ത തെറ്റൊക്കെ ഒന്ന് ഇതാവുള്ളൂ എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, കൃഷ്ണ പറഞ്ഞത് വളരെ നന്നായി, ഞാൻ ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു. അതേ കൃഷ്ണ, നമുക്ക് നല്ലൊരു ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പുണ്യ നദികളിൽ കൊണ്ടുപോയി ഒഴിക്കാം, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം. കൃഷ്ണ അതിനുവേണ്ടി ഏർപ്പാടൊക്കെ ചെയ്തോളൂ. നമുക്ക് പിന്നെ എന്താണ് അമ്മയടുത്തും ഭരത്തിനോടൊക്കെ നാളെ പറയാം ഈ കാര്യം എന്ന് പറയണം, മണിക്കുട്ടിയെടുത്ത് നാളെ പറയാമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ആ കാവ്യ നമുക്ക് കിടക്കാമെന്ന് പറയുവാണ്. അങ്ങനെ കൃഷ്ണയും കാവ്യം കിടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കാവ്യ ഉറങ്ങുന്ന സമയത്ത് കൃഷ്ണക്ക് ഉറക്കമൊന്നും വരട്ടെ, കൃഷ്ണ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. മണിക്കുട്ടിയെ നല്ല ഉറക്കമാണ്. അങ്ങനെ അവർ ഉറങ്ങുന്ന ഭാഗമാണ് പിന്നെ കാണിക്കണത്. അതിനുശേഷം രാവിലെ തന്നെ മണിക്കുട്ടി സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ടിട്ട് അമ്മയുടെ അതായത് രാധികയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം സ്കൂളിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും കൃഷ്ണ റൂമിലേക്ക് കയറി വരുവാട്ടോ. മോള് റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ റെഡിയായി സാർ എന്ന് പറയുവാണ്. അതെ, എനിക്ക് മോളുടെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് കൃഷ്ണ പറയുമ്പോൾ, എന്താ സർ, എന്താ പറഞ്ഞോളൂ എന്ന് പറയാണ്. അത് മോളുടെ അമ്മ മരിച്ചിട്ട് ഇത് ഒരു മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കുട്ടി രാധികയുടെ ഫോട്ടോയിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കുവാണ്. അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട്, അതെ, 41 എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ നമ്മൾ ചിതാഭസ്മവും അതുപോലെ തന്നെ ഇതൊക്കെ പുണ്യനദികളിൽ ഒഴുക്കുന്ന ദിവസമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ആത്മാവിന് ശാന്തി കിട്ടിയുള്ളൂ എന്ന് പറയും. ആ ആത്മാവ് സ്വർഗ്ഗലോകത്ത് എത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ മോളെ, അങ്ങനത്തെ ഒരു ചടങ്ങാണ് 41. നമുക്ക് ആ ചടങ്ങ് നടത്തണം, അതിനെക്കുറിച്ച് മോളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കുട്ടി കൃഷ്ണയുടെ മുമ്പിൽ കൈകൾ കൂപ്പുവാട്ടോ. എന്താ മോൾക്ക് സന്തോഷമായി ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി സാർ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പുവാണ്. എങ്കിൽ ഞാൻ പോട്ടെ സാർ, മുത്തന്നെ കാത്തിരിക്കണുണ്ടാവും, സ്കൂളിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടി പുറത്തേക്ക് പോകുവാണ്. അതിനുശേഷം കൃഷ്ണയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ രാധികയുടെ ഫോട്ടോ എടുത്ത് പോയി നിൽക്കുവാണ്. രാധിക അടുത്ത് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം കാവ്യയാണ്, കാവ്യയുടെ നല്ല മനസ്സ് കാരണം രാധികെ നിന്റെ ചിതാഭസ്മം പുണ്യനദികളിൽ എവിടെയെങ്കിലും ഒഴുക്കാൻ സാധിക്കും എന്നിങ്ങനെ പറയുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് മണിക്കുട്ടീനെയും മുത്തിനെയാണ്. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
കൃഷ്ണ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുവാട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓഫീസിലും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃഷ്ണൻ വന്നിരിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, കൃഷ്ണ വന്നോ എന്ന് പറഞ്ഞിട്ട് 2 ഗ്ലാസ് പാലായിട്ട് മണിക്കുട്ടിക്ക് മുത്തിനെയും കൊടുക്കുകയാണ്. അതിനുശേഷം കാവ്യ കൃഷ്ണനടുത്ത് ചോദിക്കുന്നുണ്ട്, കൃഷ്ണേ ഇന്നത്തെ കാര്യം മണിക്കുട്ടിയുടെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു കാവ്യ എന്ന് പറയുമ്പോൾ കാവ്യ മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടി മോൾക്ക് സന്തോഷമായോ? നമുക്ക് ഒരു യാത്ര പോകാൻ വേണ്ടി മോൾ തയ്യാറാവണം കേട്ടോ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി തലയാട്ടുന്നുണ്ട്. അതിനുശേഷം കാവ്യ പറയുന്നുണ്ട്, മോളുടെ അമ്മക്ക് ശാന്തി കിട്ടാനും സമാധാനം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അതുകൊണ്ട് മോള് ഇന്ന് തുടങ്ങി ഒരു 3-4 ദിവസത്തേക്ക് മാംസമൊന്നും കഴിക്കരുത് കേട്ടോ, ഇറച്ചി ഒന്നും കഴിക്കരുത്, പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ എനിക്ക് മീനൊക്കെ കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മുത്തിന് എന്ത് വേണമെങ്കിലും കഴിക്കാം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, വേണ്ട മോളും കഴിക്കേണ്ട, മണിക്കുട്ടി പച്ചക്കറിയല്ലേ കഴിക്കുന്നത്, മോളും അതന്നെ കഴിച്ചോ, രണ്ടുപേരും ഒരുപോലെ ആവട്ടെ എന്ന് പറയുവാണ്. ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട്, ശരി ഡൺ, ഞാൻ റെഡിയാണ് എന്ന് പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കാവ്യ പറയുന്നുണ്ട്, കൃഷ്ണ എത്രയും പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്യണം, കാരണം ട്രെയിനിൽ പോണതും കാറിൽ പോണതൊക്കെ റിസ്ക് ആണ്, ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം, ചടങ്ങുകളൊക്കെ തീർത്ത് തിരിച്ച് ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് വരാമല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അത് താൻ പറയാണ്ട് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, എന്തായാലും എത്ര പേര് വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, എവിടെയാണ് കൃഷ്ണനെ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം, അവൈലബിലിറ്റി എവിടെയാണെന്ന് നോക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഗംഗയിലോ അതുപോലെ പുണ്യനദികളോ ഒരുപാട് പേര് പറയുന്നുണ്ട്, അവർ 2-3 നദികളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമുള്ള നദികളുടെ പേരാണ് പറയുന്നത്, അവിടെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോയി ഒഴുക്കാം എന്ന് പറയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭരത്തിനെയാണ്. ജയമോഹിനി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരത് ജയമോഹൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറയുകയാണ് ജയമോഹൻ്റെ അടുത്ത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അതെ ഈ കാര്യം കേട്ട അമ്മ അടിമുടി വിറയ്ക്കും എന്ന് പറയാണ്. നീ കാര്യം പറയടാ എന്ന് പറയുമ്പോൾ, അതെ ചേച്ചി മണിയനും കൂടി പുതിയ തീരുമാനം എടുത്തിരിക്കുക, രാധികയുടെ ചിതാഭസ്മം ഉണ്ടല്ലോ അത് വലിയ പുണ്യനദിയായിട്ടുള്ള ഒരുപാട് ദൂരെയുള്ള ഏതോ നദിയിൽ കൊണ്ട് ഒഴുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ, അവൾ അങ്ങനെ തീരുമാനിച്ചോ, വെച്ചേക്കില്ല ഞാൻ എവിടെന്നോ കയറി വന്ന അലവലാതിക്ക് വേണ്ടിയിട്ട് ഈ തറവാട്ടിലെ എൻ്റെ മോള് ചിതാഭസ്മം കൊണ്ട് ഒഴുക്കാൻ പോവുകയാണെന്നോ അവളുടെ കൂടെ പോയിട്ട്, ഞാൻ സമ്മതിക്കില്ല, ഇതിൽ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കും, എടാ എനിക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭരത്തിൻ്റെ ഇങ്ങനെ കോളറിൽ ഇങ്ങനെ കയറി പിടിക്കുക ദേഷ്യത്തിൽ. ആ സമയത്ത് ഭരതനായിട്ട് പിടിച്ച് കുലുക്കുവാണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുവാണ്. ആ സമയത്ത് ഭരത് പറഞ്ഞു, അമ്മ എന്തീ കാണിക്കണം, എൻ്റെ കഴുത്തിൽ നിന്ന് വിടമ പിടി, അമ്മ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കണത്, ചേച്ചിയെടുത്ത് മളിയൻ്റെ പോയി ദേഷ്യം കാണിക്കുക, ഓ അത് ശരിയാണല്ലോ, പറഞ്ഞ പോലെ ഞാൻ നിന്റെ കഴുത്തിൽ കയറി പിടിച്ചത്, സോറിയിടാ, നീ എൻ്റെ പുന്നാര മോനല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം എൻ്റെ പുന്നാര മോൻ, നമുക്ക് അവളത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി ഭരത്തിനെ കൂട്ടി. അങ്ങനെ ദേഷ്യത്തിൽ തന്നെ ജയമോഹിനി ഭരത്തോടെ അകത്തേക്ക് വരുമ്പോൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേക്കും. ആ സമയത്ത് ജയമോഹൻ ചോദിക്കണ്ടേ, എന്താ കാവ്യെ പുണ്യനദികളുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും സന്യാസത്തിന് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, അമ്മയെ സന്യാസത്തിന് പോണെങ്കിൽ മാത്രമേ നമുക്ക് പുണ്യ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം ആദ്യമായിട്ടൊരു യാത്ര അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, ഞാൻ അമ്മയടുത്ത് പറയാൻ നിൽക്കുമായിരുന്നു, നമുക്ക് സന്തോഷം തരുന്നൊരു ഒരു യാത്ര പോകാൻ റെഡിയാവാൻ നമ്മൾ, എനിക്ക് സന്തോഷം തരുന്ന യാത്ര, അതെന്ത് യാത്രയടി എന്ന് ചോദിക്കുമ്പോൾ, പുണ്യ സ്ഥലങ്ങളിലായിട്ടുള്ള അടുത്തൊക്കെ പോകണം, മണിക്കുട്ടിയുടെ അമ്മ രാധികയുടെ 41ാമത്തെ ചരമദിനമല്ലേ വരുന്നത്, അപ്പോൾ പുഴയെ കൊണ്ട് ഒഴുക്കണമല്ലോ ചിതാഭസ്മം, അതിന് വേണ്ടിയിട്ട് പുണ്യ നദിയായിട്ടുള്ള എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അമ്മയും ഭരത്തും വരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പേരും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ എടുത്ത് കൃഷ്ണ ബുക്ക് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ, കൊള്ളാടി, എവിടെ നിന്ന് കിടന്ന തെണ്ടി പെണ്ണിനെ വേണ്ടിയിട്ട് പുറത്ത് എവിടെയോ കൊണ്ടിട്ട് ചിതാഭസ്മം ഇതാക്കാൻ പോകണല്ലേ, കൊള്ളാം അടിപൊളി എന്ന് പറയുമ്പോൾ കാവ്യ പറയണ്ട, അമ്മേ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കും, മണിക്കുട്ടി ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, കാവ്യെ അമ്മയടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ ജയമോഹൻ പറയണ്ട, നീ ഒന്നും മിണ്ടണ്ട കൃഷ്ണ, ഇത് ഞാനും എൻ്റെ മോളും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറയുവാട്ടെ ജയമോഹിനി. അതിനുശേഷം ജയമോഹിനി പറയുന്നുണ്ട്, എടി എൻ്റെ ഭർത്താവ് അതായത് നിൻ്റെ അച്ഛൻ്റെ മരിച്ചപ്പോൾ ചിതാഭസ്മം എവിടെ കൊണ്ട് ഒഴുക്കിയത്, വർക്കലയിലുള്ളൊരു സ്ഥലത്ത്, അതുപോലെ തന്നെ നിൻ്റെ കാരണവരായ അപ്പൂപ്പന്മാരുടെ ചിതാഭസ്മമൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ഒഴുക്കിയിട്ടുള്ളത്, ഇത് വേലക്കാലത്തിൽ ചിതാഭസ്മം അങ്ങ് ദൂരെ ഏതോ പുണ്യ നദിയിൽ ഒഴിക്കാൻ പോകണം, എടി അവൾ മരിച്ചത് ശരിക്കും പറഞ്ഞാൽ കുത്തുകൊണ്ട് മരിച്ചതരടി, ശരിക്കും പ്രതാപൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ഇടപാടുണ്ടോടി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണ പറയേണ്ടത് അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, അവളെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് എന്തിനാണ് ഇത്ര പൊള്ളണത് എന്ന് ചോദിക്കുകയാണ്. മരിച്ചു പോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയരുതെന്ന് പറയുക കേട്ടോ. ആ സമയത്ത് ജയമോഹനി പറയുന്നുണ്ട്, എങ്കിലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല കാവ്യെ, എന്തൊക്കെ പറഞ്ഞാലും നീ കാണിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ കാവ്യ പറയണ്ടേ, അമ്മേ ഇത് ഞങ്ങളുടെ തീരുമാനമാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ഉമ്മറത്തേക്കൊരു കാറ് വരുവാണ്. അവിടെ ഭരത്തും ജയമോഹനിയും എത്തി നോക്കുന്നുണ്ട്. സംസാരം നിർത്തിയിട്ട്
ഭരത് പറഞ്ഞിട്ട് ഒരു കാറ് വരുന്നുണ്ടല്ലോ, ഇത് സുകന്യ ചേച്ചിയുടെ കാറല്ലേ എന്ന് പറയുവാണ്. വണ്ടിയിൽ നിന്ന് സുകന്യ ദേഷ്യത്തിൽ ഇറങ്ങും കേട്ടോ. എനിക്ക് തോന്നുന്നു DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ് ആയെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അത്ര ദേഷ്യത്തിലായിരുന്നു ആള്. അങ്ങനെ അകത്ത് കയറുമ്പോൾ പെട്ടെന്ന് ആ ദേഷ്യമൊക്കെ മാറ്റിയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മേ, കാവ്യ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയാണ്. സുകന്യ നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ അടുത്തുള്ളൊരു ഗണപതി ക്ഷേത്രത്തിൽ പോയതാണ്. ഞാനൊരു ബിസിനസ്സിൻ്റെ ഒരു കാര്യം നടക്കുവാണെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്താമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ട്, സുകന്യക്കൊക്കെ രാവിലെ പോയാൽ വൈകിട്ട് തന്നെ രാവിലെ തന്നെ ചീട്ടൊക്കെ കിട്ടുമോ ഗണപതി അമ്പലത്തിലെന്ന് ചോദിക്കുമ്പോൾ അതേ കൃഷ്ണ, എനിക്കവിടെ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ പോയാലും പിറ്റേ ദിവസം കഴിഞ്ഞാലും 1 മാസം മുമ്പേ ടിക്കറ്റ് എടുത്താലും നമുക്കവിടെ വഴിപാട് റിസീപ്റ്റ് എടുത്താലും കിട്ടാറില്ലെന്ന് പറയുവാണ്. അതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് അവിടേക്ക് സ്വാധീനമൊക്കെ ഉണ്ടെന്ന് പറയുവാണ്. അതിനുശേഷം ഞാൻ എന്തായാലും ഗണപതി ക്ഷേത്രത്തിൽ പോയി വന്നതല്ല, അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ട് പിള്ളേർക്ക് കൊടുക്കാന്ന് വെച്ചാൽ വന്നതാണ്, എന്നാൽ മക്കൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പമൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം സുകന്യ പറഞ്ഞിട്ട് ഞാനിവിടെ അടുത്ത വേറൊരാളെയും കൂടി കാണാൻ വന്നതാണ്, വലിയൊരു സിദ്ധനുണ്ട് ജ്യോത്സ്യൻ, മാത്രമല്ല മന്ത്രവാദിയും കൂടി, അയാളെയും കൂടി കാണാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞെടുത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.